ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും മെസ്സേജുകൾ കേൾക്കുന്നവർ അല്ലേ? ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് ഈ ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, നമ്മൾ ഓൺലൈനായിട്ടും മറ്റ് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ധാരാളം മെസ്സേജുകൾ. പണ്ടത്തെ പോലെ ഇന്ന് വചനത്തിനൊന്നും ക്ഷാമമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഇഷ്ടംപോലെ മെസ്സേജാണ്. നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇപ്പോൾ സെർമൺസ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. അനേക മെസ്സേജുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളൊക്കെ കേട്ട മെസ്സേജുകൾ, പണ്ടൊരു ഉപദേശി പറയുമായിരുന്നു, ഇങ്ങനെ തല തിരിച്ചു വെച്ച് ഇങ്ങനെ തട്ടിയാൽ കേട്ട മെസ്സേജ് എല്ലാം താഴോട്ട് വീഴുമെന്ന്. അത്രമാത്രം മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടതെല്ലാം ഇവിടെ ഇരിക്കുക. പക്ഷെ നമ്മൾ ആ കേട്ട വചനം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഹൗ ഡു യു റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്? ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ദൈവവചനത്തോട് എങ്ങനെ പ്രതികരിക്കാം? ഇന്നും നമ്മൾ വചനം കേൾക്കാൻ പോവുക. ഈ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത അനേകർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സത്യവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുന്ന ഒരു ചർച്ചായത്. ഇവിടെ വചന ധ്യാനത്തിനും വചനഘോഷണത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണിത്. അങ്ങനെ തന്നെ വേണം എല്ലാ സഭകളും. ദൈവത്തിന് സ്തോത്രം. സത്യവചനം അത് ധൈര്യത്തോടെ, കലർപ്പില്ലാതെ, മായം ചേർക്കാതെ പ്രസംഗിക്കുക. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. അതിന് ധാരാളം ആളുകൾ അതുകൊണ്ട് ഈ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. പിന്നീടും അനേകം പേര് ഇത് കേൾക്കുകയോ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹൗ ഡു യു റെസ്പോണ്ട്? ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഇൻ ത്രൂ വൺ ഇയർ ആൻഡ് ഔട്ട് ത്രൂ ദ അതർ. കേട്ടിട്ടുണ്ടോ? ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ അങ്ങ് കളയും. ഇവിടുന്ന് കേട്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും, എന്നിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നല്ല മെസ്സേജായിരുന്നു ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇതുവഴി അങ്ങ് പോവുകയും ചെയ്യും അല്ലേ? അങ്ങനെയാണോ നമ്മുടെ വചനത്തോടുള്ള പ്രതികരണം? ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ പോലെ, പത്രോസാന്ന് തോന്നുന്നു പറഞ്ഞത്, നിങ്ങളൊക്കെ കേട്ട വചനവും നിങ്ങളുടെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ പലരും ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും നിങ്ങൾ പാലാ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വചനം നമ്മളെ വളർത്തുന്നുണ്ടോ? അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായി ഈ വചനം നമ്മൾ ക്രിയ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല, ആ വചനത്തോടുള്ള എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ ഇന്ന് വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് സമയം വേർതിരിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് റീഡ് ഇറ്റ്, അത് വായിക്കുക. അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം. ദൈവവചനം വായിക്കണം. പലപ്പോഴും നമ്മൾ ദൈവവചനം കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? എത്ര പേര് ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചു? പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 ജിജി എന്ന് വായിച്ചു. ലൂക്കോസ് വാക്യങ്ങൾ മാത്രം വായിച്ചു പോവുകയാണ്, കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നാമതായിട്ട് നമ്മൾ ദൈവവചനം വായിക്കണം. നമ്മുടെ കയ്യിൽ ഈ ദൈവവചനം എടുത്ത് ആ വാക്യങ്ങൾ നമ്മൾ കൊണ്ട് വായിക്കണം, ഉറക്കെ പറഞ്ഞു വായിക്കണം. ഓക്കെ, സോ റീഡ് ഇറ്റ്. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു നിന്നു. അപ്പൊ നമ്മൾ ദൈവവചനം വായിക്കണം, റീഡ് ഇറ്റ്. രണ്ടാമതായിട്ട് ഹീഡ് ഇറ്റ്, അത് ശ്രദ്ധിക്കണം. ഗിവ് കെയർഫുൾ അറ്റൻഷൻ, അതാ ഹീഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സോ റീഡ് ഇറ്റ്, ഹീഡ് ഇറ്റ്, അത് എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് ജീവിതത്തിൽ പ്രയോഗിക്കുക. 119 സങ്കീർത്തനം 9 വാക്യം. 119 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുക. മൂന്നാമതായിട്ട് സീഡ് ഇറ്റ്. എളുപ്പമാണ് ഓർത്തിരിക്കാൻ, എല്ലാം പ്രാസം ഒപ്പിച്ചാണ് പറയുന്നത് അല്ലേ? റീഡ് ഇറ്റ്, ഹീഡ് ഇറ്റ് ആൻഡ് സീഡ് ഇറ്റ്. അത് വിതയ്ക്കുക. ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, പിന്നെയോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതിനെ വിതയ്ക്കുക. വായിക്കാം, മത്തായിയുടെ സുവിശേഷം 28:19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. കേട്ട വചനം മറ്റുള്ളവർക്ക് കൊടുക്കുക. പിന്നെ ഡിസയർ ഇറ്റ്. നാലാമതായിട്ട് ഡിസയർ ഇറ്റ്, അത് ആഗ്രഹിക്കുക. വായിക്കാം, 1 പത്രോസ് 2:2.
1 പത്രോസ് 2:2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വചനം, അത് പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എത്ര പേർക്ക് ദൈവവചനത്തോടുള്ള ഒരു വാഞ്ചയുണ്ട്, ഒരു ഡിസയർ ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദൈവവചനം എടുത്ത് വായിക്കുന്ന ഒരു ചടങ്ങ് പോലല്ലേ, നിർബന്ധത്താലല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ബൈബിള് വായിച്ചില്ലേ, ദൈവം എന്തോ വിചാരിക്കും, ദൈവം എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വായിക്കുക. അല്ലാതെ നമുക്കൊരു ഡിസയർ, ദൈവവചനത്തോടുള്ള ഡിസയർ, നമ്മുടെ ജീവിതത്തിൽ എന്തിനോടെല്ലാം നമുക്ക് ഡിസയർ ഉണ്ട്, പക്ഷെ ദൈവവചനത്തോട് നമുക്ക് ഡിസയർ വേണം. സോ അത് ആഗ്രഹിക്കണം. അടുത്തതായിട്ട് പ്രീച്ച് ഇറ്റ്, അത് പ്രസംഗിക്കുക. 2 തിമോത്തിയോസ് 4:2. 2 തിമോത്തിയോസ് 4:2. വചനം പ്രസംഗിക്കുക. സ്തോത്രം. അതാ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. ദൈവവചനം ഷെയർ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് മാറിയിരിക്കുക അല്ല, പിന്നെയോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനെ പ്രസംഗിക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. മാത്രമല്ല, 6-ാമതായിട്ട് റൈറ്റ്ലി ഡിവൈഡ് ഇറ്റ്, അത് ശരിയായി വിഭജിക്കുക. 2 തിമോത്തിയോസ് 2:15. 2 തിമോത്തിയോസ് 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് മതി. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. പലപ്പോഴും ആളെ കൂട്ടാനും അല്ലെങ്കിൽ ആളുകളെ വശീകരിക്കാനും ഒക്കെ ആയിട്ട് മറ്റ് ചിന്തകളോടുകൂടി, ഉദ്ദേശത്തോടുകൂടി വചനം കോട്ടിക്കളഞ്ഞ് വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരോധമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. അത് എങ്ങനെ വേണം വിഭജിക്കാൻ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഒരിക്കലും അതിനോട് വെള്ളം ചേർത്ത്, മായം ചേർത്ത്, അല്ലെങ്കിൽ നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് വചനം പ്രസംഗിക്കാൻ പാടില്ല. ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു അതിനെ വിതൗട്ട് മിൻസിങ് വേർഡ്സ്, അത് ഒട്ടും അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാതെ, നമ്മുടെ കയ്യിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ, എന്തെങ്കിലും ഇട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ സത്യവചനം യഥാർത്ഥമായി അത് പ്രസംഗിക്കുക. മാത്രമല്ല, ലിവ് ബൈ ഇറ്റ്, അതനുസരിച്ച് ജീവിക്കുക. മത്തായിയുടെ സുവിശേഷം 4:4. അതിന് അവൻ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നേ. ആ വചനം കൊണ്ട് ജീവിക്കാം. കർത്താവ് 40 ദിവസം ജീവിച്ചത് ദൈവത്തിന്റെ ഉപവസിച്ച സമയത്ത് എങ്ങനെയാ ജീവിച്ചത്? അപ്പം കഴിച്ചാണോ? അല്ല, ദൈവവചനമാണ്. അപ്പൊ ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതനുസരിച്ച് ജീവിക്കുക. അടുത്തതായിട്ട് യൂസ് ഇറ്റ്, അത് ഉപയോഗിക്കുക. എഫേസ്യർ 6:17. അത് ഉപയോഗിക്കുക. വചനത്തെ നമ്മൾ ഉപയോഗിക്കണം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? 6:17. എഫേസ്യർ 6 എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കയ്യിലെടുക്കണം. പലപ്പോഴും നമ്മൾ ഈ ദൈവവചനം ഉപയോഗിക്കാറില്ല. ദൈവവചനം ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ ദൈവവചനം അതൊരു വാളായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു വെപ്പണ. ആർക്കെതിരെ വെട്ടാനാ? അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ വെട്ടാനല്ല. പലപ്പോഴും നമ്മൾ ഈ വചനം ഉപയോഗിച്ച് മറ്റുള്ളവരെ വെട്ടാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വചനം ഉപയോഗിച്ച് മറ്റുള്ളവരെ വെട്ടാനല്ല, പിന്നെയോ വചനം പിശാചിനെ വെട്ടാനാ. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ഒഫൻസീവ് വെപ്പണാണ് ഏത്? ദൈവവചനം എന്ന വാള്. അത് ഉപയോഗിക്കുക. പിന്നെ അടുത്തത്, സഫർ ഫോർ ഇറ്റ് ആൻഡ് ഇഫ് നീഡ് ബി ഡൈ ഫോർ ഇറ്റ്. അത് ഒറ്റ വാക്യമേ ഉള്ളൂ. റെവലേഷൻ 1:9. വെളിപ്പാട് പുസ്തകം 1:9. അതിനായി കഷ്ടപ്പെടുക, ആവശ്യമെങ്കിൽ അതിനായി മരിക്കുക. ഒടുവിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ്. അതിനുവേണ്ടി വായിച്ചോട്ടെ. 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ. അപ്പോൾ ദൈവവചനത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ വേണ്ടി വന്നാൽ അതിനും തയ്യാറാകണം. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസിയാ ചെയ്യാനായിട്ട്. പക്ഷേ ഒടുവിലോട്ട് വരുന്ന സമയത്ത് ഈ എഴുതിയ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒക്കെ ഒടുവിൽ ഈ വചനത്തിന് വേണ്ടി അവർ കഷ്ടത സഹിച്ചു. അവരൊടുവിൽ അതിനുവേണ്ടി മരിച്ചു. നമ്മളിൽ എത്ര പേർക്ക് വചനത്തിന് വേണ്ടി കഷ്ടത സഹിക്കുവാൻ, വചനത്തിന് വേണ്ടി വന്നാൽ മരിക്കുവാൻ നമ്മൾ തയ്യാറാണ്?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് റെസ്പോൺസായിട്ട് ചെയ്യേണ്ടത്. കേൾക്കുന്ന ദൈവവചനത്തോട് നമുക്ക് ഇങ്ങനെ പ്രതികരിക്കുക. അല്ലെങ്കിൽ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോയിന്റ് മാത്രമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നോ ഇറ്റ് ഇൻ ദ ഹെഡ്, സ്റ്റോ ഇറ്റ് ഇൻ ദ ഹാർട്ട്, ഷോ ഇറ്റ് ഇൻ ലൈഫ് ആൻഡ് സോ ഇറ്റ് ഇൻ ദ വേൾഡ്. ഉണ്ടോ? ഡിസ്പ്ലേ വന്നോ അവിടെ? നോ ഇറ്റ് ഇൻ ദ ഹെഡ്. ഓക്കെ, അതാണ്. അതല്ല, ലാസ്റ്റ്, അടുത്തത്, അതിൻ്റെ അടുത്തത്, ലാസ്റ്റ് സ്ലൈഡ്. അപ്പോൾ അത് ദൈവവചനം ബുദ്ധിയിൽ പഠിക്കുക. ദൈവവചനം ബുദ്ധിയിൽ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വെറുതെ വായിച്ചു, പലപ്പോഴും ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസുകൾ, അതിൻ്റെ കൺകോർഡൻസ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ദേവദാസന്മാർ എഴുതിയ പുസ്തകങ്ങൾ വെച്ച് അത് പഠിക്കണം. അതാണ് നോ ഇറ്റ് ഇൻ ദ ഹെഡ്. വചനം പഠിക്കുവാൻ വേണ്ടി പ്രത്യേകം സമയം, ബൈബിൾ സ്റ്റഡി എന്നതിനെക്കുറിച്ച് അതാണ് പറയുന്നത്. ബൈബിൾ സ്റ്റഡി. പലപ്പോഴും ബൈബിൾ വായനയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ അത് തന്നെ ബൈബിൾ സ്റ്റഡി വേണം നമുക്ക്. അതിനെ അറിവിൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയിൽ അതിനെ ഗ്രഹിക്കണം. നോ ഇറ്റ് ഇൻ ദ ഹെഡ്, അത് ബുദ്ധിയിൽ അറിയുക. ബുദ്ധിയിൽ അറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെയോ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക. മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. സ്റ്റോവ് എന്ന് പറഞ്ഞാൽ STOW, സ്റ്റോർ എന്നുള്ള മീനിങ് ആണ്. സ്റ്റോർ ഇറ്റ് ഇൻ ദ ഹാർട്ട്, അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക. പിന്നെ ഷോ ഇറ്റ് ഇൻ ലൈഫ്, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ ദൈവവചനം നമ്മൾ കാണിച്ചു കൊടുക്കുന്നവരാണോ? ദൈവവചനം പ്രദർശിപ്പിക്കുന്നവരാണോ? ദൈവവചനം അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നവരാണോ? ഡു യു ഷോ ഇറ്റ് ഇൻ ലൈഫ്? ഒടുവിലായിട്ട് അത് മാത്രമല്ല, സോ ഇറ്റ് ഇൻ ദ വേൾഡ്, അത് ലോകത്തിൽ വിതയ്ക്കുക. നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുക കേട്ടോ. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ, അവിടെ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വചനം തന്നു, നീ അതുകൊണ്ട് എന്ത് ചെയ്തു? നീ അത് ഹാവ് യു സ്റ്റോർഡ് ഇറ്റ്, ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ഇൻ യുവർ ഹെഡ്? നീ അത് പഠിച്ചോ? നീ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചോ? നീ അത് ജീവിതത്തിൽ കാണിച്ചോ? അത് ലോകത്തിൽ വിതച്ചോ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ യെസ് ലോർഡ് എന്ന് പറയുവാൻ നമുക്കിടയായി തീരട്ടെ. ഈ ദൈവവചനം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവവചനമാണ്. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരിക്കലൊരു പട്ടാളക്കാരനായിട്ട് ജോലി കിട്ടിയ ഒരു ചെറുപ്പക്കാരനെ, അവൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട്, ചെറുപ്പക്കാരനാണ്, 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ദിസ് ഈസ് എ റിയൽ സ്റ്റോറി. അദ്ദേഹം പട്ടാളത്തിൽ ജോയിൻ പോകുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി ആ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കാനായിട്ട് പോവുകയല്ലേ, ആൻറ്റിക്ക് തരാൻ വേറൊന്നുമില്ല, നിനക്ക് ഞാൻ തരുന്നു സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പോക്കറ്റ് ബൈബിൾ അവന് കൊടുത്തു. കണ്ടിട്ടില്ലേ? ചെറിയ ബൈബിള്, ഈ ഗിഡയോൺസിൻ്റെ പോലുള്ള ചെറിയ ബൈബിൾ, ഫുൾ ബൈബിളായിരുന്നു. ചെറിയ ബൈബിൾ കൊടുത്തു. അവനത് സന്തോഷത്തോടെ വാങ്ങി അവൻ്റെ പോക്കറ്റിലിട്ടു, കോട്ടിൻ്റെ പോക്കറ്റിലിട്ടു. അവൻ പട്ടാളത്തിൽ ചെന്നു, അവനൊരു യൂണിഫോം കിട്ടി. ആ യൂണിഫോമിൽ അവൻ എപ്പോഴും ആ പോക്കറ്റ് ബൈബിൾ കൊണ്ട് നടക്കുമായിരുന്നു. അവൻ എല്ലാ ദിവസവും ആ ബൈബിൾ വായിക്കും. എന്നിട്ട് അവൻ അവിടെ വെച്ചിട്ടില്ല. യുദ്ധക്കളത്തിൽ പോകുമ്പോഴും അവൻ ഈ ബൈബിള് അവൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു വലിയ യുദ്ധം നടന്ന സമയത്ത് ശത്രുവിൻ്റെ വെടിയുണ്ടകൾ ഇങ്ങോട്ട് പാഞ്ഞു വരികയാണ്. ഇവൻ തോക്കുമായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വെടിയുണ്ട അവൻ്റെ നെഞ്ചിൽ വന്ന് തറച്ചു. പക്ഷേ അവൻ മരിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ പോക്കറ്റ് ബൈബിളിലാണ് ഈ ബുള്ളറ്റ് വന്ന് തറച്ചത്. ആ ബുള്ളറ്റ് വന്ന് തറച്ചപ്പോൾ അവന് മനസ്സിലായി, എനിക്ക് വെടി കൊണ്ടു, പക്ഷേ അവനൊന്നും ഒരു പോറൽ പോലും ഏറ്റില്ല. അവൻ ആ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ആ ബൈബിൾ തുളച്ച് ആ ബുള്ളറ്റ് വന്നിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബൈബിള് മൊത്തം തുളഞ്ഞിങ്ങ് വന്നു. അവിടെ വന്നിട്ട് അപ്പോഴത്തേക്കും ബുള്ളറ്റിൻ്റെ ശക്തി അങ്ങ് കുറഞ്ഞു. പക്ഷേ ബൈബിളിനകത്ത് വലിയൊരു ഹോള് വന്നു. ഇതൊരു നടന്ന സംഭവമാണ്. അതുകൊണ്ട് ബൈബിൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ശത്രുവിൻ്റെ യാതൊരു തീയമ്പുകളും നമ്മളെ ഏൽക്കാതെ വണ്ണം സൂക്ഷിപ്പാൻ ഈ ദൈവത്തിൻ്റെ വചനം മതിയായതാണ്. അതുകൊണ്ട് ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. കയ്യിൽ കൊണ്ടു നടന്നില്ലേലും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നില്ലേലും നടക്കുന്നതല്ല, പക്ഷേ ഇത് ഉള്ളിൽ സൂക്ഷിക്കണം. ഇതെൻ്റെ ജീവിതം, എൻ്റെ ദൈവം
എൻ്റെ ദൈവം എനിക്ക് തന്ന ഈ വചനത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.